ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമൻ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ ജനിപ്പിച്ചിട്ടുള്ള ആ മാതാപിതാക്കളെക്കുറിച്ച് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. കാരണം വളരെ കുഞ്ഞിലെ തന്നെ ഉപേക്ഷിക്കാനുള്ള അവരുടെ മനക്കരുത്ത് അതെത്ര വലുതായിരിക്കും. അവരെ നശിപ്പിച്ച് കളയണമെന്ന ഒറ്റ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ബലരാമൻ ഇപ്പോൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് തക്ക ശിക്ഷ നൽകണമെന്നൊറ്റ ഉറപ്പിൽ തന്നെ ഇരിക്കുന്നതാണ് ബലരാമൻ. അങ്ങനെ പകയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. കാരണം അത് തന്നെയായിരുന്നു സുമിത്രയ്ക്കും അതുപോലെ തന്നെ ബാലുവിനും ആവശ്യം. തിരിച്ച് സാഗറിനെയും കുടുംബത്തെയും നശിപ്പിക്കാൻ സ്വന്തം മകനെ കൊണ്ട് തന്നെ ആയുധമെടുപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. വീണ്ടും കാണിക്കുന്നത് സാഗറിൻ്റെ വീട്ടിലാണ് കേട്ടോ. സാഗറാണെങ്കിലോ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് സുജു വരുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇവിടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഓരോരോ വിഷമങ്ങൾ സുജാത അവിടെ പറയുന്നുണ്ട് സാഗറിനോട്. സാഗർ, നമ്മൾ ഇവിടുന്ന് പോവുമല്ലേ കുറച്ച് ദിവസത്തേക്ക്, ബലരാമൻ്റെ കാര്യം അവനെ അങ്ങനെ ഇട്ടാൽ ശരിയാവൂ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവനെ നമ്മൾ എന്ത് ശിക്ഷയാണ് അവന് നൽകേണ്ടത്? അവന് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ വലിയ ശിക്ഷ തന്നെ അവന് നൽകാനായിട്ട് ശ്രമിക്കണം. കാരണം അവൻ എല്ലാവരെയും ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. കാരണം അവൻ നമ്മൾ രണ്ടുപേരെയും പറ്റിക്കുകയല്ലേ ചെയ്തത്. സ്വന്തം അമ്മയെപ്പോലെ കരുതി നീ അവനെ സ്നേഹിച്ചു, പക്ഷെ ആ സ്നേഹത്തിൻ്റെ ഒരു തരുമ്പ് പോലും അവൻ നിനക്ക് തന്നില്ലല്ലോ. ഇനി ബലരാമൻ എന്ന പേര് നമ്മളുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല സുജു, അതാണ് വേണ്ടത്. അവനൊരിക്കലും പുറത്ത് വരാതിരിക്കട്ടെ എന്ന രീതിയിലൊക്കെ സാഗറും സുജുവിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. സുജുവിന് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയുടെ വീട്ടിൽ തന്നെയാണ് ഗോകുൽ. എന്തായാലും കൺമണിയെ കൃഷ്ണമണി എന്ന രീതിയിലാട്ടോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ കൺമണിക്കും തന്നെ നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ ഗോകുൽ പറയുന്നുണ്ട്, എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയണം അപ്പേ. കാരണം ഇനി വരുൺ ചേട്ടനുമായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കാനായിട്ട് പാടില്ല. അപ്പം ക്രിസ് സാറിൻ്റെ തന്നെ വിവാഹം കഴിച്ചാൽ മതി. അത് തന്നെ ക്രിസ് സാറിന് വിവാഹം കഴിക്കുന്ന കാര്യം അച്ഛനോട് നേരിട്ട് തന്നെ അപ്പം തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകട്ടോ ചെയ്യുന്നത്. കൺമണി നേരിട്ട് തന്നെ അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് നേരിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ, എന്താ മോളെ നിനക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുക കേട്ടോ. ക്രിസ് സാറിൻ്റെ കാര്യമാണ്, എനിക്ക് വരുൺ ചേട്ടനുമായിട്ടുള്ള കല്യാണം വേണ്ട അച്ഛാ. കാരണം ഞാൻ ക്രിസ് സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നൊക്കെ അച്ഛനോട് വെട്ടിത്തുറന്ന് പറയട്ടോ കൺമണി. അപ്പോൾ അച്ഛനാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഒരു കണക്കിന് മോൾ സ്നേഹിക്കുന്ന ഒരാളെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് ആ അച്ഛൻ്റെ മനസ്സിൽ. പക്ഷേ ഓരോ സമ്മർദ്ദം കാരണം വരുണിനെ തന്നെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്നൊരു വേദനയോട് ഇരിക്കുകയാട്ടോ ചെയ്യുന്നത്. അതെങ്ങനെയാണ് മോളെ ശരിയാവുക? നീ എന്തൊക്കെയാണ് പറയുന്നത് അവസാന നിമിഷത്തിൽ എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ വരുണായിട്ടില്ല എൻ്റെ കല്യാണം വേണ്ട എന്നുള്ളത്. എനിക്ക് ക്രിസ്സാറിന് ഇഷ്ടമാണ്. ക്രിസ്സാർ വൈകാതെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പെണ്ണ് ചോദിക്കും, അതെനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കും അച്ഛാ എന്ന് പറയുന്നു കേട്ടോ. പാവ അച്ഛനാണെങ്കിലോ സങ്കടവും അതുപോലെ സന്തോഷവും ഒരേ സമയമുണ്ട്. കാരണം തൻ്റെ മകൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും കാണിക്കുന്നത് പിന്നെ നമ്മുടെ കൃഷ്ണനെ തന്നെയാണ്. കൃപ നാളെ ജർമ്മനിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൺമണിയോട് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കൃപയുടെ മുന്നിൽ വെച്ച് കൺമണിയെ വിളിക്കുന്നു കേട്ടോ. കൺമണി, എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷങ്ങളൊക്കെ? ഞാൻ ആരുടെ മുന്നിൽ വെച്ചിട്ടാണെന്നറിയോ നിന്നെ വിളിക്കുന്നത്? അത് കൃപമോളുടെ മുന്നിൽ വെച്ചിട്ടാണ്. കാരണം ജർമ്മനിയിലേക്ക് നാളെ അവൾ പോവുകയാണ് കേട്ടോ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചെയ്തു സാർ എന്ന് പറയുന്നു. എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഞാൻ അച്ഛനോട് നേരിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ കല്യാണത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാർ എനിക്ക് പേടിയാവുന്നുണ്ട്, ഇനി എന്താ വരാൻ പോകുന്നത് എനിക്കറിയില്ല, അതുകൊണ്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേനും, നീ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മോളെ. കാരണം ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ? പിന്നെ കൃപയും ഉണ്ട്. കൃപയ്ക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമാവാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. നാളത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.